ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രവാചക പഠന പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ, എല്ലാവരും പ്രധാനപ്പെട്ടമാണെങ്കിലും പരിശുദ്ധ ഖുർആൻ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ മാതൃക എന്ന നിലയിൽ പരാമർശിച്ച ഒരു പ്രവാചനം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് തന്നെ സൂറത്തുൻ നഹ്ലിൽ 16-ാമത്തെ ആയത്ത് മുതൽ താഴോട്ട് ഏകദേശം 16-ാമത്തെ നമ്പർ ചാപ്റ്ററായ സൂറത്തുൻ നഹ്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്ന 120 ആയത്ത് മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പിൽക്കാല സമൂഹത്തിനും പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്നത് അള്ളാഹുവിൽ മുഴുവനായും സമർപ്പിച്ച ഒരു പ്രവാചകനായി, അതുപോലെ തന്നെ ഒരു ഉമ്മത്ത് തന്നെയായും ഒരു സമൂഹം മുഴുവനുമായും ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത്. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുന്നുണ്ട്. ഷാക്കിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സത്മാർഗം കാണിച്ചു കൊടുക്കുകയും ഹിദായത്ത് നൽകുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ഈ ദുനിയാവിൽ ഹസനത്ത് നൽകുകയും വഫിൽ ആഖിറതി ഹസന, അതുപോലെ തന്നെ ആതൈനാഹു ഫിദ്ദുനിയ ഹസന, ഈ ദുനിയാവിൽ ഹസനത്ത് നൽകുകയും വ ഇന്നഹു ഫിൽ ആഖിറതി, ഇബ്രാഹിം അലൈഹിസ്സലാം തീർച്ചയായും പരലോകത്ത് ലമിന സ്വാലിഹീൻ, അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സൂറത്ത് നഹ്ലിലെ 120 മുതലുള്ള ആയത്തുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്, സുമ്മ ഔഹൈനാ ഇലൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിനക്ക് നാം വഹീ നൽകി അനിത്തബാ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ മാർഗത്തെ, അദ്ദേഹത്തിൻ്റെ മില്ലത്തിനെ വേണ്ട രീതിയിൽ വളരെ ചൊവ്വായ രീതിയിൽ പിന്തുടരുവാൻ നിനക്ക് ഞാൻ വഹീ നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഷിർക്ക് എന്ന് പറയുന്ന മഹാപാതകത്തിലെ കുറിച്ച് സംസാരിക്കുകയും അതിൽപ്പെട്ടവനല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ പിന്തുടരാൻ ആവശ്യമായ ഒരു റോൾ മോഡൽ എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതല്ലാതെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വിവിധ ഭാഗങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മമായും സുന്ദരമായ ഉപമകളിലൂടെ പരിചയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉലുൽ അസ്മ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉൾക്കൊള്ളുന്ന ആ പ്രവാചക ശൃംഖലയിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിഗണിക്കുന്ന തരത്തിലുള്ള ചർച്ചയിലേക്കാണ് ഖുർആൻ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിഗണിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഏകദേശം പല മുസ്ലിം ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ 169 അല്ലെങ്കിൽ 175 അല്ലെങ്കിൽ 195 തരത്തിലുള്ള വിവിധ വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആയുർദൈർഘ്യം എന്ന രീതിയിൽ വിശദീകരിക്കുന്നത്. എന്നാൽ തന്നെയും 150-ലധികം വർഷങ്ങൾ ജീവിച്ചു എന്ന തരത്തിലാണ് ഒരു ഏകാഭിപ്രായം നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് സൂറത്ത് നജ്ം 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇബ്രാഹിമ അല്ലദീ വഫ, ഏൽപ്പിച്ചു കൊടുത്തത് മുഴുവൻ പൂർണ്ണമായും പൂർത്തീകരിച്ച ഒരാളെന്ന നിലയിൽ എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകളും ശാസനകളും ഉത്തരവാദിത്വവും സന്ദേശവും എല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വേറെയും ചില ഭാഗങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നിരവധി സവിശേഷമായ ക്വാളിറ്റികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ
ഒരു റോൾ മോഡൽ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഉത്തരവാദിത്ത പൂർത്തീകരണം പരമാവധി പൂർത്തീകരിച്ച ആളെന്ന നിലയിൽ വളരെ സുവ്യക്തവും സുഭദ്രവുമായ ആശയവും ചിന്താധാരയും ചിന്താഗതിയും ശക്തമായുള്ള ഉൽ അസ്മി എന്ന നിലയിൽ, ഖലീലുള്ള അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന അള്ളാഹുവിൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്ന നിലയിലും ഖുർആനെ പരിചയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്ത് സാഫാത്തിൽ 111 ആയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇന്നഹും മിൻ ഇബാദിന അൽ മുഅ്മിനീൻ, എൻ്റെ മുഅ്മിനുകളായ അടിമകളിൽപ്പെട്ടവനാണ് എന്ന രീതിയിൽ മുഅ്മിനായ അടിമ എന്നൊരു വിശദീകരണവും നമുക്ക് നൽകുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്ത് നഹ്ൽ നേരത്തെ പരാമർശിച്ചതുപോലെ അദ്ദേഹത്തിന് ഹനീഫ എന്ന രീതിയിലും അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല എന്ന രീതിയിലുമുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് പോലും, സൂറത്ത് ഇബ്രാഹിം എന്ന രീതിയിൽ പോലും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്ത് അംബിയയിൽ 51 ആയത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ആ പ്രാരംഭത്തിൽ തന്നെയും അദ്ദേഹത്തിന് റുഷ്ദ് വിവേകവും വിവേചനാധികാരവും നൽകി അനുഗ്രഹിച്ചതായി സൂറത്തുൽ അംബിയ 51 ആയത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വലഖദ് ആതൈന ഇബ്രാഹിം റുഷ്ദ മിൻ ഖബ്ലു വകുന്ന മിൻ ബിഹി ആലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിമിന് റുഷ്ദ് നൽകി നാം അനുഗ്രഹിച്ചു എന്ന രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു വളർച്ച, അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ സൂറത്തുൽ അൻആമിൽ 74 മുതൽ 83 വരെയുള്ള ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചെറുപ്പകാലവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രബോധന രംഗങ്ങളെയൊക്കെ വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പിതാവായ അവിടുത്തെ തന്നെ പൂജാരി എന്ന് വിളിക്കാൻ പറ്റുന്ന ആസർ എന്ന് ഖുർആൻ പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനോട്, അല്ലെങ്കിൽ ബൈബിളിലൊക്കെ താരിഖ് എന്നുള്ള രീതിയിലാണ് ഈ ആസറിനെ പരാമർശിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ പിതാവിനോട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ചെറുപ്പകാലത്ത് തന്നെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷിർക്കിനോടുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വൈദ് ഖാല ഇബ്രാഹിമു ലി അബീഹി, അദ്ദേഹത്തിൻ്റെ വാപ്പയോട് ചോദിച്ച സന്ദർഭം, അബീഹി ആസറിനോട് ചോദിച്ചത് അത്തഖിദ് അസ്നാമൻ ആലിഹ, ഈ വിഗ്രഹങ്ങളെയൊക്കെ ഇലാഹുകളായിട്ടാണോ താങ്കൾ സ്വീകരിക്കുന്നത്? ഇനി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യകാലത്ത് തന്നെ പറയുന്നത്, ഈ വിഗ്രഹങ്ങളും ഇവരെല്ലാവരും അതിനെ സ്വീകരിക്കുന്ന പക്ഷം താങ്കളെയും താങ്കളുടെ കൗമും മുഴുവനും വളരെ വ്യക്തമായ വലാലത്തിലാണ്, ഇരുട്ടറയിൽ ജീവിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ റുഷ്ദിനെ കുറിച്ചുള്ള പരാമർശം ഞാൻ നടത്തിയതുപോലെ ആ റുഷ്ദിൻ്റെ ആ വിവേചനാധികാരം എങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നൊരു പരാമർശം സൂറത്തുൽ അൻആമിലെ ഈ ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം പകൽ കാണുകയും അതുപോലെ തന്നെ ഈ പകൽ രാത്രി കാണുകയും രാത്രി എൻ്റെ ദൈവമാണെന്നുള്ള ഖലഹാദ റബ്ബി എന്ന് പറയുന്നു. ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഈ രാത്രികൾ മാഞ്ഞു പോകുന്നതെന്തും ഇല്ലാതെ പോകുന്നതെന്തും എൻ്റെ റബ്ബല്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഫലമ്മ അൽ ഖമർ ബാസിയൻ ഖാല ഹാദാ റബ്ബി, അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്ന ഖമറിനെ കണ്ടപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇതായിരിക്കും എൻ്റെ റബ്ബ്. പിന്നീട് ഇത് മാഞ്ഞു പോകുമ്പോൾ അതും എൻ്റെ റബ്ബാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ, അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള കൗമിൽ നിന്ന്, വാലികളായ കൗമിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്ന രീതിയിലുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഫലമ്മറ അഷ്റംസ് ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, അതുപോലെ തന്നെ ലോകം മുഴുവനും പ്രകാശം നൽകുന്ന സൂര്യനെ കണ്ടപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് ഇതെൻ്റെ റബ്ബാവാം. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുന്നത് സൂര്യനും ഫലമ്മ അഫലത്ത്, സൂര്യനും മാഞ്ഞു ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങളൊക്കെ ഈ ഷിർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിൽ നിന്നെല്ലാം ഞാൻ സ്വതന്ത്രനാവുകയാണ്, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരാമർശം ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിനെ കണ്ടെത്തുന്ന ആ സന്ദർഭം, ഇന്നി വജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ ഹനീഫ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിലേക്ക് എൻ്റെ മുഖം തിരിക്കുന്നു.
വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സമൂഹം വാഗ്വാദത്തിൽ ഏർപ്പെടുകയും വഹാജഹു ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് സൂറത്തുൽ അനാമിൽ തന്നെ ഇവിടെ പരാമർശിക്കും നമുക്ക് കാണുവാൻ കഴിയും. ഖാല തുഹാജുനി ഫില്ലാ ഫഖദ് ഹദാനി വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ യശാ റബ്ബി ഷൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാനില്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് വാദിക്കുകയാണോ എന്നൊക്കെ രീതിയിലുള്ള പരാമർശവും, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്ന തരത്തിൽ ഞാൻ യാതൊരു ഭയവും എനിക്കില്ല എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രസ്താവനകളെ ഈ ആയത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഷംസും അതുപോലെ തന്നെ ഖുർആൻ തന്നെ സൂറ ഫുസിലത്തിൽ പരാമർശിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. 37-ാമത്തെ ആയത്തിൽ വമിൻ ആയാതിഹി ലൈൽ വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ ഇസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പോകുന്നത് കാണുവാൻ കഴിയും. അതുപോലെ കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്ക് സ്വന്തം വകതിരിവ് ലഭിക്കുക എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ആ സത്യം വിശദീകരിക്കുക എന്ന അർത്ഥത്തിലും പറഞ്ഞ ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഷംസും ഈ സൂര്യനും ഈ ഖമറുകളും ഈ ചന്ദ്രനും അതുപോലെ തന്നെ രാത്രിയും പകലുമെല്ലാം അത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, അതിനെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, അതുപോലെ തന്നെ ചെയ്യേണ്ടത് ഇതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് എന്നുള്ള പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ പിതാവിനോട് വേറെ രീതിയിലുമുള്ള ദഅവത്ത് നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ അംബിയായിൽ 52 മുതൽ 70 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രവാചക അദ്ദേഹത്തിൻ്റെ സന്ദേശം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചകളും വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറയുന്നത് ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദാ തമാസിൽ അല്ലദീ അൻതും ലഹാ ആഖിഫൂൻ, നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹങ്ങൾക്കൊക്കെയും നിങ്ങൾ ആരാധിക്കുകയാണോ, അതിനെ കീഴ്വണങ്ങുകയാണോ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരാമർശങ്ങൾ അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖാലു വജദ്ന ആബാഅന ലഹാ ആബിദൂൻ, കാരണം അവർ പറയുന്നത് ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളും പ്രപിതാക്കളും കണ്ട ആരാധിച്ചു വന്നതിനെ ഞങ്ങൾ തുടരുകയാണ്, ഞങ്ങളത് കണ്ടു ഞങ്ങളത് തുടരുന്നു എന്ന രീതിയിലാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. ഖാല ലഖദ് കുൻതും അൻതും വ ആബാഉകും ഫീ ളലാലി മുബീൻ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം വളരെ ഖണ്ഡിതമായി തന്നെ അവർക്ക് മറുപടി പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പ്രപിതാക്കളും എല്ലാം നിങ്ങളുടെ മുൻഗാമികളെല്ലാം വളരെ വ്യക്തമായ ളലാലിലാണ്, ഈ പറയുന്ന ഇരുട്ടിലാണ്, അന്ധതയിലാണ് എന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അവർ തിരിച്ചു പറയുന്നു ഖാലു അജിഅ്തനാ ബിൽ ഹഖി അം അൻത മിനൽ ലാഇബീൻ, നീ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് നീ സത്യം പറയുകയാണോ, സത്യം കൊണ്ടാണോ എന്ന്, അല്ലെങ്കിൽ അതായത് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണോ നീ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്ക് മറുപടി പറയുന്നത് സൂറത്തുൽ അംബിയായിൽ തന്നെ 52 മുതൽ 70 വരെയുള്ള ഈ ഭാഗങ്ങളിൽ വിശദമായ ചർച്ച നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയുന്നത് ഖാല ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് അല്ല, ഇത് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബാണ് നിങ്ങളുടെ റബ്ബ്, ഞാൻ അതിൽ സാക്ഷിയാണ് എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രസ്താവനയെ പരാമർശിക്കുന്നുണ്ട്. വതല്ലാഹിൽ അഖീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ, നിങ്ങളെയൊക്കെ ഈ പിന്തിരിഞ്ഞതിന് പോയതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു മനോഗതം എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. ഇതൊക്കെ ഞാൻ നശിപ്പിക്കുമെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം ആ ഒരു സമൂഹത്തിൻ്റെ വിഗ്രഹാരാധനയെ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിത്നയെ ഇബ്രാഹിം അലൈഹിസ്സലാം കൈകാര്യം ചെയ്യുന്നത് വളരെ തീക്ഷ്ണമായ ഒരു നയനിലപാടുകൾ കൂടിയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഫജലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും, ഇബ്രാഹിം അലൈഹിസ്സലാം അതിനെ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് അതിൻ്റെ ഒരു വലുതിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് ലഅല്ലഹും ഇലൈഹി യർജിഊൻ, എന്നിട്ട് അതിനെ ഒരുപക്ഷെ അതിലേക്ക് മടങ്ങി വരാമെന്നുള്ള അർത്ഥത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ വലിയൊരു വിഗ്രഹത്തെ ഉപേക്ഷിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്യുന്നത്. പിന്നീട് ജനങ്ങൾ തിരിച്ചു വരികയും
ജനങ്ങൾ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർ ഇത് കാണുന്നു, ഈ സംഭവം കാണുന്നു. അതായത് എല്ലാ വിഗ്രഹങ്ങളും തകർക്കപ്പെടുകയും ഒരു വലിയ വിഗ്രഹത്തിൻ്റെ തലയിൽ ഒരു മഴു അല്ലെങ്കിൽ കോടാലി പോലൊരു ആയുധം ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ജനങ്ങൾ ഖാലു ഫഅതു ബിഹി, ഖാലു അവർ ചോദിച്ചു മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, ഞങ്ങളുടെ ഈ ആരാധ്യരെ എല്ലാം ആരാണ് ഈ രീതിയിൽ കൈകാര്യം ചെയ്തത്? ഇന്നഹു ലമിനൽ ളാലിമീൻ, വളരെ അക്രമികാരിപ്പെട്ടവൻ തന്നെയാണല്ലോ. ഖാലു സമിഅനാ ഫതൻ യദ്കുറുകും യുഖാലു ലഹു ഇബ്രാഹിം. അപ്പോൾ ആ നാട്ടുകാർ പറയുന്നു, ചിലർ പറയുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ഒരു ഫത്തൻ, ഒരു യുവാവ്, ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്ന് അവരത് ആ ജനങ്ങൾക്ക് മറുപടി പറയുന്നു. ഖാലു ഫഅതു ബിഹി അലാ അയുനിൻ നാസ് ലഅല്ലഹും യഷ്ഹദൂൻ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള കൽപ്പന നടക്കുന്നു. അവർ അദ്ദേഹത്തോട് ഖാലു അഅൻത ഫഅൽത ഹാദാ ബി ആലിഹത്തിന യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നീ ഞങ്ങളുടെ ഇലാഹുകളോട് നീയാണോ ഈ പരിപാടി ചെയ്തത് എന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, ഇത് ഞാനാവുകയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം അതിന് വളരെ ലോജിക്കലായിട്ടുള്ള മറുപടിയാണ്, ഞാൻ അല്ല എന്നതിന് പകരം അദ്ദേഹം പറയുന്നത് ഖാല ബൽ ഫഅലഹു കബീറും, അതിന് വലിയവനാണല്ലോ ചെയ്തിട്ടുണ്ടാവുക. അവനോട് ചോദിക്കൂ, ഇൻ കാനൂ യംതിഖൂൻ, ഈ വലിയ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വലിയവനോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫറജഉ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നകും അൻതും ളാലിമൂൻ. അപ്പോൾ ഈ ജനങ്ങൾക്ക് തന്നെ അവരുടെ ഒരു പതിതാവസ്ഥ മനസ്സിലാവുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നത്. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, സുമ്മ നുക്കിസു അലാ റുഅസാഇഹിം, അവരുടെ തലകൾ താഴ്ന്നു പോകുന്ന തരത്തിലുള്ള ഒരു മനോഭാവം അവരിലേക്ക് ചേരുന്നതും. അതിനുശേഷം ഈ ഒരു ചർച്ചകൾക്ക് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കുകയും ഖാലു ഹർരിഖൂഹു ഫൻസുറു, അതായത് തീയിലേക്ക് വലിച്ചെറിയുകയും നമ്മളുടെ ആലിഹത്തുകളെ, നമ്മളുടെ ആരാധ്യരെ രക്ഷിക്കാനും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നതായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ നമുക്കറിയാൻ കഴിയും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് വലിച്ചെറിയുകയും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മുകളിൽ തണുപ്പും ശാന്തിയും നൽകാൻ തീയിനോട് ആവശ്യപ്പെടുകയും തീയിനോട് പറയുകയും അങ്ങനെ വളരെ തീയിൽ മുളച്ച ഈമാനിൻ്റെ അവകാശിയായി ആളായി ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പിന്നീട് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ വീണ്ടും പല ഭാഗങ്ങളിൽ ആയിട്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ദഅവത്ത് നടത്തുന്ന രീതികളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. ഇത് ഖാലലി അബീഹി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യബ്സിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരാമർശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഈ കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത ഇതിനോട് എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷവും തുറത്ത് പറയുന്നുണ്ട്, യാബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, താങ്കൾക്ക് ലഭിക്കാത്ത ഈ ഇൽമ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫത്തബഅനി യഹ്ദിക സിറാത്തൻ സവിയ്യ, ഇങ്ങനെയാണെങ്കിൽ എന്നെ പിൻപറ്റുക, ശരിയായ മാർഗ്ഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ യാബത്തി ലാ തഅബുദു ശൈത്താൻ, ഈ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിറഹ്മാനി അസിയ, കാരണം ശൈത്താൻ എന്നത് പരമകാരുണ്യ പടച്ചവന് ധിക്കാരിയായി മാറിയവനാണ്. അതിനുശേഷം യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയ, അല്ലാഹുവിൽ നിന്ന് താങ്കൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. അതുപോലെ തന്നെ ശൈത്താന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരനായി താങ്കൾ മാറുമെന്നും പോലും ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ, സ്വന്തം മകനെ അവിടെ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയും. അത് പറയുന്നത് ലൈലം തന്തയില അർജുമന്നക്ക, നീ ഇതാ ഉപേക്ഷിച്ചില്ലെങ്കിൽ, ഈ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ എറിയുകയും ഫഹ്ജുർനി മലിയ, എന്നിൽ നിന്ന് നീ വിട്ടുപോവുക, ഗെറ്റ് ഔട്ട് എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം പോലും നടത്തുന്ന നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം അതിന് മറുപടി പറയുന്നത് ഖാല സലാമുൻ അലൈക്, താങ്കൾക്ക് സലാം. ലസാസ്തഗ്ഫിറുലക റബ്ബി, എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാറിന് തേടും എന്ന രീതിയിലുള്ള പരാമർശം പോലും ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിന്, അതേപോലെ ഷിർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൂജാരിയായ സ്വന്തം പിതാവിനോട് പോലും ദഅവത്ത് നടത്തിയതിനു ശേഷം പോലും, ദഅവത്ത് പോലും വളരെ ലോജിക്കലായ
അതുപോലെ തന്നെ വളരെ സമാധാനം നിറഞ്ഞ, സ്വന്തം പിതാവിനോട് വളരെ സ്നേഹപൂർവ്വം യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ എന്നുള്ള പരാമർശം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രബോധനമാണ് ഇവിടെ നടത്തുന്നത്. അതിനുശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിന് വേണ്ടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഭീഷണിപ്പെടുത്തിയതിനു ശേഷം പോലും സ്വന്തം പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ പോലും തേടുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിൽ നിന്ന് മാറുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം വിശാലമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സൂറത്തു സാഫാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ 92 മുതൽ 98 വരെയുള്ള ആയത്തുകളിൽ ആ വിഗ്രഹത്തിൻ്റെയും വിഗ്രഹദംസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വീണ്ടും സൂറത്തു സാഫാത്ത് 92 മുതൽ 98 വരെയുള്ള ഭാഗത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വീണ്ടും ചർച്ചയിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറ ബഖറയിലെ 258 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളും തീയിലെറിയുന്നതിന് ശേഷമുള്ള സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നമ്രൂദുമായിട്ടുള്ള, അന്നത്തെ അദ്ദേഹം ജീവിക്കുന്ന ഊർ പ്രദേശത്തെ ബാബിലോണിയൻ സംസ്കാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ രാജാവായ നമ്രൂദുമായിട്ടുള്ള ഒരു വാഗ്വാദം, ഒരു ഡിബേറ്റിൻ്റെ പരാമർശവും അള്ളാഹു സുബ്ഹാനഹു വ തആല 258 ആയത്തിൽ അത് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം ഒരു ദൈവികത്വം പ്രഖ്യാപിക്കുന്ന തരത്തിൽ ആ ഒരു കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫി റബ്ബിഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് വാഗ്വാദത്തിലേർപ്പെട്ടവനെ കുറിച്ച് നീ കണ്ടില്ലയോ? അൻ അത്താഹുല്ലാഹുൽ മുൽക ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചർച്ചയിൽ പറയുന്നുണ്ട്, എൻ്റെ റബ്ബാണ് ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്രൂദ് തിരിച്ചു പറയുന്നത് ഖാല അന അഹ്യി വ ഉമീത്, ഞാനാണ് മരിപ്പിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുന്നത്. ഫഇന്നല്ലാഹ യഅതി, അപ്പോൾ അതിനുശേഷവും ആ ഒരു ചർച്ചയിൽ ഒരാളെ കൊണ്ടുവരികയും കൊല്ലുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളും പരാമർശിക്കും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് ആ വാഗ്വാദത്തെ അല്ലെങ്കിൽ ഈ ഡിബേറ്റിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ വിജയിച്ചു എന്ന് പരാമർശിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്. ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നു, എൻ്റെ അല്ലാഹു കിഴക്കിൽ നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ തനിക്ക് പറ്റുമെങ്കിൽ അതിനെ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. ഫബുഹിത്തല്ലദീ കഫർ, ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. അല്ലാഹു പറയുന്നു അതിനുശേഷം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, എന്നാൽ അക്രമികൾക്ക് അല്ലാഹു ഒരിക്കലും സന്മാർഗം നൽകുകയില്ല എന്ന പരാമർശത്തോടു കൂടിയാണ് ആ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നതായി പറയുന്നുണ്ട്. യാത്ര തിരിക്കുന്നതിന് മുമ്പ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ പ്രബോധന കർത്തവ്യത്തിൻ്റെ ഒരു ഗൗരവം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സ്വന്തം പിതാവിനോട് പോലും അദ്ദേഹത്തിൻ്റെ ഇസ്തിഗ്ഫാർ പോലും തേടുന്ന സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ സ്വന്തം പിതാവ് അള്ളാഹുവിൻ്റെ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വൻ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് സ്വന്തം പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് മനസ്സിലായതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് മുക്തനാവുന്നു. പിന്നീട് ആ ഒരു ശ്രമത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ഈ സൂറ തൗബയിലെ 114 ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം എന്ന് പറയുന്നത് ഏറ്റവും വളരെ സോഫ്റ്റ്, വളരെ മൃദുല ഹൃദയനും അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളുമാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് പറയുന്നത്. അത്രത്തോളം സ്നേഹം സ്വന്തം പിതാവിനോടും ഈ ശരിയായ മാർഗം സ്വീകരിക്കാത്ത സമൂഹത്തോടും ഇബ്രാഹിം അലൈഹിസ്സലാം നിലനിർത്തി എന്നുള്ളതാണ് കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ, അദ്ദേഹം പിന്നെ അവിടുന്ന് ഹറാൻ എന്നുള്ള ഭാഗത്തേക്ക്, ഫലസ്തീൻ ഭാഗത്തേക്ക് യാത്രയാവുന്നു. കുറച്ചു കാലത്തേക്ക് ഈജിപ്തിലേക്ക് യാത്രയാവുന്നു. ഈജിപ്തിലേക്കുള്ള യാത്രയും അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയായ സാറായുമായിട്ടുള്ള യാത്രയും പിന്നീട് അവിടുന്ന് സാറയ്ക്ക് ഹാഗർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹാജറ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു അടിമയും ലഭിക്കുകയും ആ അടിമയുമായിട്ടും ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ എന്ന നിലയിലായി മാറുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ
അദ്ദേഹത്തിൻ്റെ ഊർ ആ പ്രദേശത്തുള്ള യാത്രയിൽ പോലുമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരപുത്രനായിരുന്ന ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കൂടെ കൂട്ടുന്നതായി സൂറ അൻകബൂത്ത് 26 ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് അലൈഹി ഇസ്ലാം ഫആമന ലഹു ലൂത്ത് അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സദൂം ഗോത്രത്തിലേക്ക് ദാവത്തിനായി ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു യാത്രയ്ക്ക് മുമ്പ് തന്നെ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ആ ഒരു സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ കഅബ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചില ചരിത്ര രചനകൾ പറയുന്നത്, ചില റിപ്പോർട്ടുകൾ കാണുന്നത് 86 വർഷങ്ങൾ, അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പുത്ര ഭാഗ്യം ലഭിച്ചത് എന്നുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തു സാഫാത്തിൽ ഏകദേശം 100 മുതൽ 111 വരെയുള്ള ആയത്തുകളിൽ ഈ ഒരു സംഭവ വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന് മക്കളെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി ഒരു പ്രാർത്ഥന 100-ാമത്തെ ആയത്തിൽ, സൂറ സാഫാത്തിലെ 100-ാമത്തെ ആയത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബലി മിന സാലിഹീൻ, നല്ലവരിൽപ്പെട്ട ഒരാളെ മക്കളെ എനിക്ക് നൽകുക എന്ന രീതിയിലും അഫബഷർനാഹു ബി ഗുലാമിൻ ഹലീം, നല്ലവനായ ഒരു ഗുലാമിനെ അള്ളാഹുവിൻ്റെ അടിമയെ നൽകുന്നതായും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ഒരു ആയത്തിൽ തന്നെയാണ്, ഈ ഒരു ആയത്തിൻ്റെ ചെയിനിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മേലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രധാന പെരുന്നാളായി ആഘോഷിക്കുന്ന ബലിപ്പെരുന്നാളിൻ്റെ ഓർമ്മകൾ ഈ ഒരു ആയത്തുകളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കുവാൻ കൽപ്പിക്കുകയും ആ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഒരുപാട് 86 വർഷങ്ങൾ, എത്രയോ 80-ലധികം വർഷങ്ങൾ കാത്തു നിന്നിട്ട് പോലും ലഭിച്ച തൻ്റെ കുഞ്ഞിനെ അറുക്കുവാൻ അള്ളാഹു കൽപ്പിക്കുകയും അത് ശിരസ വഹിക്കുകയും അതിന് തയ്യാറാക്കുകയും ചെയ്ത ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ സാഫാത്ത് 100 മുതൽ 111 വരെയുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം മകനോട് ഞാനൊരു സ്വപ്നം കണ്ടുവെന്നും അതുപോലെ തന്നെ ആ സ്വപ്നത്തിൽ നിന്നെ അറുക്കുവാൻ അള്ളാഹു എന്നോട് പറഞ്ഞുവെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അറുക്കാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഫനാദൈനാഹു അൻ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്ന് വിളിച്ചുകൊണ്ട് ഖദ് സദ്ദഖ്ത റുഅ്യ, നീ കണ്ട സ്വപ്നത്തെ നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിൻ, അതുകൊണ്ട് തന്നെ നല്ലവരായ മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, ഇത് ഒരു നല്ലൊരു വളരെ വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫദൈനാഹു ബിദബ്ഹിൻ അളീം, ഒരു വലിയൊരു ഒട്ടകത്തെ കൊടുത്തുകൊണ്ട് ഒരു ആടിനെ കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് അല്ലദീ വഫ, ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച ഒരാൾ എന്ന രീതിയിലാണ് അത് ഖുർആൻ പരാമർശിച്ചത് പോലും. ഇങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണങ്ങൾ അദ്ദേഹം അത് പൂർത്തീകരിച്ചത് കൊണ്ടാണെന്ന് പോലും നമുക്ക് ചരിത്രത്തിൽ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതല്ലാതെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചില സ്വഭാവങ്ങൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കുവാൻ വന്ന 3 മലക്കുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വരികയും ഇസ്ഹാഖ് നബിയുടെ ജനനത്തെക്കുറിച്ചിട്ടുള്ള ഒരു സന്തോഷ വാർത്ത സൂറ സാഫാത്ത് 112-ാമത്തെ ആയത്തിൽ ബഷർനാഹു ബി ഇസ്ഹാഖ് എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഇസ്ഹാഖിനെ നൽകുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം പറയുകയും ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് സൂറ ഹൂദിൽ ഈ വിഷയം പറയുന്നുണ്ട്. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന ആ മലക്കുകളുടെ കാര്യത്തിൽ അവർ പറഞ്ഞ വിഷയത്തിൽ അള്ളാഹുവിനോട് പോലും വയുജാദിലുനാ ഫീ ഖൗമി ലൂത്ത് നബിയുടെ സമൂഹത്തിന് വേണ്ടി എന്നോട് വാഗ്വാദത്തിൽ പോലും ഏർപ്പെട്ട പ്രവാചകൻ എന്ന രീതിയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പരാമർശിക്കുന്നത്. സൂറത്ത് ഹൂദിലെ 74-ാമത്തെ ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രത്തോളം സ്നേഹവും സ്വന്തം സമൂഹത്തോടും തൻ്റേതല്ലാത്ത ദാവത്തിൻ്റെ അപ്പുറമുള്ള ലൂത്ത് നബിയുടെ സമൂഹത്തിനോടുള്ള പോലും സ്നേഹം പോലും പ്രകടിപ്പിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം അതിന് കാരണം എന്തുകൊണ്ടാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു സവിശേഷത ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ ഔവാഹുൻ മുനീബ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് വളരെ
എല്ലാം വിട്ടുകൊടുക്കുന്ന ആളായ, അതുപോലെ തന്നെ എപ്പോഴും അള്ളാഹുവിലേക്ക് മുനീബായി മടങ്ങിപ്പോകുന്ന, തൗബ ചെയ്യുന്ന ആളെന്ന നിലയിലും, അതുപോലെ തന്നെ വളരെ നിർമ്മല ഹൃദയൻ എന്ന രീതിയിലുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും ഈ ഒരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. 124 മുതൽ 132 വരെയുള്ള ഭാഗങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചർച്ച സൂറ ബഖറയിൽ പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാതി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന്. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ഭൂമി, മക്ക എന്ന് പറയുന്ന ആ ഭൂമി, അറേബ്യയിലെ ആ ഭൂമി എല്ലാവർക്കും സമൃദ്ധമായ ഒരു ഭൂമിയായി മാറുവാൻ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു വമൻ കഫറ, അള്ളാഹുവിൽ ധിക്കരിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു അള്ളാഹു അനുഗ്രഹം ചൊരിയണം എന്ന രീതിയിൽ ഒരു പാഠം ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ആ ഭാഗത്ത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ കഅബയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. അവിടെ അദ്ദേഹവും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ നിർമ്മിക്കുകയും ആ നിർമ്മിച്ചതിന് ശേഷം റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചവനെ ഞങ്ങളെ മുസ്ലിങ്ങളാക്കണമേ, ഞങ്ങളുടെ മക്കൾ പരമ്പരയുള്ളവരെ മുസ്ലിങ്ങളാക്കണമേ, എല്ലാവർക്കും ശാന്തിയും സമാധാനം നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ റബ്ബനാ വബഅസ് ഫീനാ റസൂലൻ മിൻഹും, ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു റസൂലിനെ അയക്കണമെന്ന് ആവശ്യപ്പെടുക. അതുപോലെ തന്നെ അവർക്ക് കിതാബ് പഠിപ്പിക്കുകയും യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, യുക്തിജ്ഞാനവും വിവേകവും പഠിപ്പിക്കുന്ന, കിതാബ് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, അവരെ യുസക്കീഹിം, അവരെ തസ്കിയത്ത് നൽകുന്ന, സംസ്കരിക്കുന്ന പ്രവാചകൻ എന്നൊക്കെ രീതിയിലുള്ള പരാമർശം നടത്തുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യർഅബു അൻ മില്ലത ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ. ഇതുകൊണ്ട് തന്നെ ഇത്രയും ശുദ്ധഹൃദയനായ നല്ലവനായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിൽ നിന്ന് മാറുന്നത് വിഡ്ഢിയല്ലാതെ വേറെ ആരുമില്ല എന്ന രീതിയിലും പരാമർശിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഇസ്ലാമിനുള്ള കമ്മിറ്റ്മെൻറ്റ് പറയുന്നത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കീഴ്വണങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഈ സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിന് ഞാനിതാ കീഴ്വണങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ മുസ്ലിം ആവുന്ന ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വസിയത്ത് അദ്ദേഹത്തിൻ്റെ മകനോടും അതിനുശേഷം എല്ലാവരോടുമുള്ള ഒരു വസിയത്തിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ചേർത്തുകൊണ്ടാണ് ആയത്തിൽ പറയുന്നതെങ്കിൽ പോലും അള്ളാഹുവിനോട് ലാ തമൂത്തുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വസിയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 132 ആയത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അതിസുന്ദരമായ ഒരു ജീവിതം, പ്രബോധനവും കാഴ്ചവെച്ച ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കറിയാം, ഹജ്ജിൻ്റെ ഓർമ്മ ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ല എന്നത് ഹാഗർ അല്ലെങ്കിൽ ഹാജറയിലേക്ക് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാൻ കഴിയും. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതപരമായ ഒരു സമ്മേളനം എന്ന് കരുതപ്പെടുന്ന ഹജ്ജ് പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന, അതിനേക്കാളും കൂടുതൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അവരുടെ മാതാവായ ഹാജറയുടെയും ഓർമ്മയിലേക്ക്, കൂടുതൽ ഹാജറയുടെ ഓർമ്മയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് ഹജ്ജ് പോലും. അവരുടെ ഖുർആനിൽ തന്നെ സഫായും മർവയും അള്ളാഹുവിൻ്റെ ഷായിറാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് പരാമർശിക്കുന്ന പോലും ഹാജറയുടെ ഓർമ്മകൾ നിലനിർത്തുക എന്നുള്ള അർത്ഥത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള പ്രബോധനം, അദ്ദേഹത്തിൻ്റെ വിശാലമായ അതുപോലെ തന്നെ ഫലസ്തീൻ, ഈജിപ്റ്റ്, അറേബ്യൻ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഉമ്മത്തൻ വാഹിദ, ഒരു വലിയൊരു ഉമ്മത്ത്, അദ്ദേഹം തന്നെ ഒരു ഉമ്മത്താണ് എന്ന് ഖുർആൻ പറയുന്നതിൻ്റെ സാക്ഷാത്കരിക്കുന്ന ജീവിതങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം
രണ്ട് വലിയ സമൂഹങ്ങൾ പോലും രൂപപ്പെടുവാൻ, ഒന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പരമ്പരയിലൂടെ അദ്ദേഹത്തിൻ്റെ അറബികൾ രൂപപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ ഇസ്ഹാക്കിലൂടെ ഇസ്രായേലികൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു വംശം രൂപപ്പെടുവാനും കാരണമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന രീതിയിൽ പോലും ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ ഒരു തരത്തിൽ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല സുഹൂഫ് പോലും, സുഹൂഫ് ഇബ്രാഹിം വ മൂസ എന്ന രീതിയിൽ സൂറത്തുൽ അഅലയിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു ഏടുകൾ നൽകിയ അതായി ഖുർആൻ പരാമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കിതാബ് നൽകിയത് എന്ന രീതിയിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ, പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിൽ പോലും ഈ ചില പരാമർശങ്ങൾ കാണാൻ കഴിയുമെന്നുള്ള ചില പഠനങ്ങൾ നമുക്ക് ദൃശ്യമാണ്. ഈ ഒരു തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാഠ്യങ്ങൾ, പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ സന്ദേശവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകളും എല്ലാം നമ്മെ കാണിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരാളായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ അത്തഹിയാത്തിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പേര് ഉൾപ്പെടുത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വാലാൽ ഇബ്രാഹിം എന്ന രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ചെല്ലണമെന്ന് നമ്മളോട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അനുഭവങ്ങൾ ഏറെക്കുറെ സമാനമായ ഒരു അനുഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും. സ്വന്തം കുടുംബത്തോടും സ്വന്തം നാടിനോടും ഷിർക്കിൻ്റെ പേരിൽ ഒരുപാട് വാഗ്വാദം നടത്തേണ്ടി വന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ദാവത്തുമായി, തായിഫ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ദാവത്തുമായി കറങ്ങി നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണൽ ലൈഫിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് സ്വാധീനം ചെലുത്തിയതായി ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള സ്വകാര്യ ചർച്ചകളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹം നിന്ന സ്ഥലം സൂറ ബക്രയിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. സൂറ ബക്രയുടെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മാണ മേഖലയിൽ നിന്ന ആ സ്ഥലത്തെ നമസ്കാര സ്ഥലമായി, ഇത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, അത് നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക എന്ന രീതിയിൽ പോലും പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഇസ്ലാമിക ദഅവത്തിൻ്റെ മേഖലകളിൽ അനിസ്ലാമിക ചിന്തകളുമായി അതിൻ്റെ ഒരു ഡിബേറ്റിൻ്റെ കാര്യത്തിൽ, ഡിസ്കോഴ്സിൻ്റെ കാര്യത്തിൽ അധികാരത്തോട് പോലും ഏറ്റുമുട്ടാൻ കഴിയുന്ന, സത്യത്തിന് വേണ്ടി ധിക്കാരിയായി മാറുന്ന, തീയിൽ കുരുത്ത ഒരു പ്രവാചകനായി, ഈമാനിൻ്റെ ഉടമയായി മാറുന്ന, സ്വന്തം മക്കളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നയിക്കുകയും അവർ പോലും പിന്നീട് പ്രവാചകന്മാരായി മാറുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഏറ്റവും നല്ല സ്ത്രീകളുടെ ഉപമകളായി മാറുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ പോലും ഈ കഅബയും ഈ നാടും എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു പ്രദേശമായി മാറണമെന്നും ഈ നാട്ടിലേക്ക് എല്ലാവരും വരണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. ശത്രുക്കൾക്ക് പോലും വേണ്ടി അള്ളാഹുവിൻ്റെ ധിക്കരിച്ച, ജീവിച്ച, അതിനെതിരെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ സ്വന്തം പിതാവിൻ്റെ ഓർമ്മ സ്വന്തം പിതാവിനെതിരെ പോലും അദ്ദേഹത്തിനോട് പോലും ദഅവത്ത് നടത്തുകയും ശാന്ത സ്വഭാവത്തിൽ സംസാരിക്കുകയും അദ്ദേഹത്തിനോട് പോലും ദഅവത്ത് നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിചയപ്പെടുന്നതെന്ന് കാണുവാൻ കഴിയും. ഇതെല്ലാം ഈ ഒരു മുഴുവൻ ഓർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ആ ഒരു ഓർമ്മ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച ആ പ്രവാചകൻ്റെ ഓർമ്മ ജീവിതാവസാനം വരെയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.